നിരവധി മോഷണ കേസുകളും കൊലപാതകങ്ങളും നടത്തി തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു കുറ്റവാളി ഉണ്ടായിരുന്നു. തൂക്കിക്കൊല്ലുന്നതിനു മുൻപ് അവസാനത്തെ ആഗ്രഹം പോലീസ് അധികാരികളോട് പങ്കുവച്ചു. അമ്മയെ ഒന്ന് കാണണം, കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണം, പറ്റുമെങ്കിൽ എന്നെ തൂക്കിലേറ്റുന്നതിന്റെ തൊട്ട് മുമ്പിൽ ഒരു കസേരയിടണം, അവിടെ അമ്മയെ ഇരുത്തണം, എനിക്ക് അമ്മയുടെ മുഖം കണ്ടുകൊണ്ട് മരിക്കണം. അമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് അയാളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. കെട്ടിപ്പിടിക്കുന്നത് പോലീസുകാരൻ കണ്ടു. പക്ഷേ പിന്നെ കേട്ടത് ഒരു അലർച്ചയായിരുന്നു. ഓടി വന്നപ്പോൾ കണ്ടത് അമ്മയുടെ ചെവി കടിച്ചു മുറിച്ചിരിക്കുന്നു. ചെവിയിൽ നിന്ന് ചോരയൊലിക്കുന്ന, വേദന കൊണ്ട് കരയുന്ന അമ്മയെ അവിടെ നിന്നും മാറ്റിയതിനു ശേഷം പോലീസുകാരൻ അയാളോട് ഇക്കാര്യം തിരക്കിയപ്പോൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് അയലത്തെ വീട്ടുമുറ്റത്ത് ഉണക്കാനിട്ടതിൽ നിന്നും ഒരടയ്ക്ക മോഷ്ടിച്ച് വീട്ടിലെത്തി അത് അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മ എന്നോട് ചോദിച്ചില്ല, ഈ അടയ്ക്ക നിനക്ക് എവിടെ നിന്നു കിട്ടിയെന്ന്. പിന്നീടൊരിക്കൽ ഒരു തേങ്ങ മോഷ്ടിച്ച് അമ്മയ്ക്ക് കൊടുത്തപ്പോഴും അമ്മ എന്നോട് ഒന്നും ചോദിച്ചില്ല. ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ സ്വർണ്ണ നിറത്തിലുള്ള പേന മോഷ്ടിച്ച് വീട്ടിലെത്തി അത് അമ്മയ്ക്ക് കാണിച്ചപ്പോഴും അമ്മ എന്നോട് പറഞ്ഞു തന്നില്ല, ആരാന്റെ സാധനങ്ങൾ അനുവാദം കൂടാതെ എടുക്കരുതെന്ന്. ഒരടയ്ക്ക മോഷ്ടിച്ച എന്നെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ അമ്മയാണ്. അതിനുള്ള ശിക്ഷ അമ്മയ്ക്ക് കൊടുക്കാതെ എങ്ങനെ ഈ ഭൂമുഖത്തു നിന്നും പോകാൻ കഴിയും? എന്നെ തൂക്കിലേറ്റുന്നതിന്റെ തൊട്ടു മുമ്പിൽ കസേര ഇടണമെന്ന് പറഞ്ഞത് എനിക്ക് അമ്മയുടെ മുഖം കണ്ടുകൊണ്ട് മരിക്കാനല്ല. ഞാൻ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നത് അമ്മ കാണണമെന്ന നിർബന്ധമുണ്ടായിട്ടാണ്. ഇത് എൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാ അമ്മമാർക്കുമുള്ള സൂചനയാണ്. ചില അമ്മമാർ മക്കളെ മഹാന്മാരാക്കി മാറ്റും. ചില അമ്മമാർ മക്കളെ നശിക്കാനുള്ള വഴിയാണ് കാണിച്ചു കൊടുക്കാറ്. നിസ്സാരമായ തെറ്റുകൾ മുളയിലെ നുള്ളിക്കളയാതെ വലിയ കുറ്റവാളികളെ സൃഷ്ടിക്കുന്നത് ഇത്തരം മാതാപിതാക്കളാണ്. നല്ല മാതാപിതാക്കളിൽ നിന്ന് മാത്രമേ മഹാന്മാർ ജനിക്കുകയുള്ളൂ. സത്യസന്ധതയും ധാർമ്മിക ചിന്തയും നീതിബോധവും കൈമുതലാക്കിയ പുതിയ തലമുറ ഇവിടെ ജന്മം കൊള്ളട്ടെ. ശുഭദിനം.